നമസ്കാരം, സിറ്റി വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അജിത് അയിരൂർ. പ്രധാന വാർത്തകൾ. PC ജോർജിനെ ചീഫ് വിപ്പ് സ്ഥാനത്തു നിന്നും മാറ്റുന്ന കാര്യത്തിൽ 7-ാം തീയതി തീരുമാനമുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. മുഖ്യമന്ത്രി ജോർജുമായും KM മാണിയുമായും കൂടിക്കാഴ്ച നടത്തി. KM മാണിയെ ചൊല്ലി കോൺഗ്രസ് നേതൃയോഗത്തിൽ ചേരിതിരിഞ്ഞ് വിമർശനം. അഴിമതിയുടെ പിതൃത്വം കോൺഗ്രസ് ഏറ്റെടുക്കേണ്ട കാര്യമില്ലെന്ന് VD സതീശൻ. സംസ്ഥാനത്ത് റിസോഴ്സ് അധ്യാപകരുടെ എണ്ണം വെട്ടിക്കുറയ്ക്കുന്നതിന് SSA സ്റ്റേറ്റ് പ്രൊജക്ട് തീരുമാനം. റാന്നി BRCയിലെ 7 അധ്യാപകർക്ക് ജോലി നഷ്ടമായി. LDFന്റെ പ്രചരണ ജാഥയ്ക്ക് റാന്നി ഈട്ടിയപ്പാറയിൽ സ്വീകരണം നൽകി. വിശദമായ വാർത്തകളിലേക്ക്. PC ജോർജിനെ ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്നും മാറ്റണമെന്ന കേരള കോൺഗ്രസ് എമ്മിന്റെ ആവശ്യത്തിൽ 7-ാം തീയതി തീരുമാനമുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ജോർജുമായും KM മാണിയുമായും നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ചർച്ചകൾ പൂർത്തിയായതായും ആഭ്യന്തരമന്ത്രിക്ക് മറ്റു ചില തിരക്കുകൾ ഉള്ളതിനാൽ തീരുമാനം 7-ാം തീയതി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെയും വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയുടെയും സാന്നിധ്യത്തിൽ ജോർജുമായും മാണിയുമായും നടത്തിയ കൂടിക്കാഴ്ച വിഫലമായതോടെയാണ് തീരുമാനം 7-ാം തീയതിയിൽ എന്ന നിലപാടിലേക്ക് മുഖ്യമന്ത്രി എത്തിയത്. KM മാണിയെ ചൊല്ലി കോൺഗ്രസ് നേതൃയോഗത്തിൽ ചേരിതിരിഞ്ഞു വിമർശനം. അഴിമതിയുടെ പിതൃത്വം കോൺഗ്രസ് ഏറ്റെടുക്കേണ്ടെന്ന ആവശ്യമില്ലെന്ന് VD സതീശൻ പറഞ്ഞു. KM മാണിയോട് മാറി നിൽക്കാൻ നേതൃത്വം ആവശ്യപ്പെടണമായിരുന്നുവെന്നും സതീശൻ യോഗത്തിൽ വ്യക്തമാക്കി. കോടികൾ കോഴ വാങ്ങിയ മന്ത്രിമാർ കോൺഗ്രസിനുണ്ടെന്നായിരുന്നു സതീശന് MM ഹസന്റെ മറുപടി. ഘടകകക്ഷികളെ സംരക്ഷിക്കേണ്ടെന്ന ബാധ്യത കോൺഗ്രസിനുണ്ടെന്നും ഹസൻ പറഞ്ഞു. മുന്നണിയെയും KM മാണിയെയും രക്ഷിക്കാൻ മുഖ്യമന്ത്രി ഓടി നടക്കുകയാണ്. എന്നാൽ പാർട്ടിയെ ആരാണ് രക്ഷിക്കുകയെന്നും സതീശൻ ചോദിച്ചു. സർക്കാരും പാർട്ടിയും തമ്മിൽ കൂടുതൽ ഏകോപനം വേണമെന്ന ആവശ്യവും യോഗത്തിൽ ഉയർന്നു. കേരളത്തിലെ റബ്ബർ കൃഷി സംരക്ഷിക്കണമെന്നും റബ്ബർ കർഷകരെ സഹായിക്കണമെന്നും ആവശ്യപ്പെട്ട് ഏപ്രിൽ 8-ാം തീയതി നടത്തുന്ന ഹർത്താലിൽ എല്ലാ കൃഷിക്കാരും പങ്കെടുക്കണമെന്ന് സംയുക്ത കർഷക സമിതി യോഗം അറിയിച്ചു. കിസാൻ സഭ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബേബിച്ചൻ വെച്ചുച്ചിറ അധ്യക്ഷനായിരുന്നു. കർഷക സംഘം ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് KP സുഭാഷ് കുമാർ, കോമളം അനിരുദ്ധൻ, ഹസൻ ബാവ, കിസാൻ ജനതാ സെക്രട്ടറി കൊച്ചുമോൻ മേപ്പറത്ത്, അഡ്വക്കേറ്റ് ലിറ്റി തോമസ് കണ്ണങ്കര, PT രാജു തുടങ്ങിയവർ പ്രസംഗിച്ചു. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ദേശീയ സംസ്ഥാന നേതാക്കളും സഭാ പ്രതിനിധികളും പെന്തക്കോസ്ത് സഭാ നേതാക്കളും രാഷ്ട്രീയ സാമൂഹിക നേതാക്കളും പങ്കെടുക്കുന്ന അസംബ്ലീസ് ഓഫ് ഗോഡ് കേരള സംസ്ഥാന ശതാബ്ദി സമ്മേളനം 2015 ഏപ്രിൽ 15 ബുധനാഴ്ച ഉച്ചയ്ക്ക് 3 മുതൽ 8 വരെ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ശ്രീ ഉമ്മൻചാണ്ടി, ശ്രീ VS അച്യുതാനന്ദൻ, ശ്രീ രമേശ് ചെന്നിത്തല, ശ്രീ VS ശിവകുമാർ, ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ശ്രീമതി K ചന്ദ്രിക തുടങ്ങിയവർ മുഖ്യ അതിഥികളായിരിക്കും. റവറൻ ഡോക്ടർ D മോഹൻ, റവറൻ TJ ശാമുവൽ, റവറൻ VT എബ്രഹാം, റവറൻ N പീറ്റർ തുടങ്ങി 10,000 പങ്കെടുക്കുന്ന പ്രസ്തുത സമ്മേളനത്തിലേക്ക് നിങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 0475222480 9895230365. ആശംസകളോടെ പ്രൊസ്പെക്ടർ KC ജേക്കബ്, അസംബ്ലീസ് ഓഫ് ഗോഡ് റാന്നി വെസ്റ്റ് സെക്ഷൻ ആൻഡ് പ്രൈഡ് മോട്ടോഴ്സ് റാന്നി. Perfect Diagnostic Center on Main Road, Perumpara, Rani. Branch at Central Junction, Vadasherikara. Quality control by CMC Vellore. Clinical Biochemistry Lab and Clinical Pathology Lab with most modern sophisticated equipments for fast, accurate and reliable results. The executive test package just for ₹950. Lipid profile and blood sugar just for ₹300. Perfect Lab. Accurate, affordable, fast and impressive services. We trust in Perfect Diagnostic Center. വാർത്തകൾ തുടരുന്നു. ഭിന്നശേഷിയുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന റിസോഴ്സ് അധ്യാപകരുടെ എണ്ണം വെട്ടിക്കുറയ്ക്കുവാൻ SSA നടപടികൾ ആരംഭിച്ചു. റാന്നി BRCയിൽ നിലവിലുണ്ടായിരുന്ന 7 അധ്യാപകർക്കും ഇതോടെ ജോലിയില്ലാതെയായി. ഇതോടെ ഓട്ടിസം ഉൾപ്പെടെ ഭിന്നശേഷിയുള്ള കുട്ടികളുടെ തുടർ പഠനവും ചികിത്സകളും ഇല്ലാതെയായി.
സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ ഭിന്നശേഷിയുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന റിസോഴ്സ് അധ്യാപകരുടെ എണ്ണം വെട്ടിക്കുറയ്ക്കുവാൻ SSA സ്റ്റേറ്റ് പ്രോജക്ട് ഓഫീസിന്റെ അവിഹിത ഇടപെടൽ കാരണം 1285ഓളം അധ്യാപകരെ ഇപ്പോൾ പിരിച്ചുവിട്ടിരിക്കുകയാണ്. ഭിന്നശേഷിയുള്ള കുട്ടികളുടെ എണ്ണം തിട്ടപ്പെടുത്തുന്ന പതിവ് രീതിക്ക് വിരുദ്ധമായി SSAയുടെ പ്രോജക്ട് ഓഫീസിന്റെ അവിഹിതമായ ഇടപെടൽ കാരണം ഓരോ ജില്ലയിലും 1000 മുതൽ 5000 വരെ ഭിന്നശേഷിയുള്ളവരുടെ കുട്ടികൾ പട്ടികയിൽ നിന്നും ഒഴിവായി. കുട്ടികളുടെ എണ്ണം കുറയ്ക്കുക വഴി അധ്യാപകരുടെ എണ്ണവും കുറയ്ക്കുവാനാണ് SSA ലക്ഷ്യമിട്ടത്. നിലവിലുള്ള 1285 റിസോഴ്സ് അധ്യാപകരുടെ കരാർ കാലാവധി അവസാനിച്ചു എന്ന പേരിൽ അവരെ പിരിച്ചുവിട്ട് ഓരോ BRCയിലും 5 അധ്യാപകരെ വീതം നിലനിർത്തി സംസ്ഥാനത്താകെ 795 അധ്യാപകരെ നിലനിർത്തുവാനുള്ള നീക്കമാണ് ഇതുവഴി SSA നടത്തിക്കൊണ്ടിരിക്കുന്നത്. റാന്നി BRCയിൽ SSAയുടെ തലതിരിഞ്ഞ തീരുമാനം കൊണ്ട് പുറത്താകുന്നത് നിലവിലുള്ള 7 അധ്യാപകരാണ്. വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു റിസോഴ്സ് സെന്ററാണ് റാന്നിയിലേത്. ഭിന്നശേഷിയുള്ള കുട്ടികളുടെ ആ കുറവുകൾക്ക് പിന്നാലെ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ അവരുടെ ശക്തികളിൽ കേന്ദ്രീകരിച്ചും താൽപര്യങ്ങൾ പരിഗണിച്ചും പ്രത്യേക പരിഗണന അർഹിക്കുന്ന ഇത്തരം കുട്ടികളെ സംവേദനക്ഷമതയുള്ളവരാക്കി മാറ്റിയെടുക്കുന്നതിന് റാന്നിയിലെ BRCക്കും അതിലെ ട്രെയിനർമാരും വഹിച്ച പങ്ക് വളരെ വലുതാണ്. റാന്നി BRCയിലെ 7 അധ്യാപകരെ പിരിച്ചുവിട്ടുള്ള നടപടിയിൽ വ്യാപകമായ പ്രതിഷേധമാണ് ഉയർന്നത്. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്കായി അടിയന്തര പ്രാധാന്യത്തോടെ നടപ്പിലാക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബെന്നി പുത്തമ്പറമ്പിൽ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി. അടുത്ത ക്യാബിനറ്റിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായി ബെന്നി പുത്തമ്പറമ്പിൽ പറഞ്ഞു. ഈ മേഖലയിൽ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും അടിയന്തരമായി ഗവൺമെന്റ് ഇടപെട്ട് നമുക്ക് വേണ്ട ചില കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ട്. ഗവൺമെന്റ് നമ്മൾ ഉന്നയിച്ച കാര്യങ്ങൾ, ആവശ്യപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധയോടെ മുഖ്യമന്ത്രി കേൾക്കുകയും അതിനകത്ത് കാര്യമായ ഇടപെടി 8-ാം തീയതി നടക്കുന്ന ക്യാബിനറ്റിൽ ഞങ്ങൾ ഇന്നലെ ഉന്നയിച്ച കാര്യങ്ങൾ മുഴുവനും അത് എഴുതി കൊടുത്തിട്ടുണ്ട്. ആ കാര്യങ്ങൾ ക്യാബിനറ്റിൽ ചർച്ച ചെയ്ത് അതൊരു പ്രായോഗിക നടപടിയിലേക്ക് കൊണ്ടുവരാം എന്നാണ് മുഖ്യമന്ത്രി നൽകിയ ഉറപ്പ്. അത്തരത്തിൽ ഗവൺമെന്റ് ഈ കുട്ടികളുടെ കാര്യത്തിൽ ഇടപെടുന്നില്ലെങ്കിൽ നമ്മുടെ സംഘടനയും രക്ഷകർത്താ സമൂഹവും ഈ കുട്ടികളുടെ രക്ഷകർത്താക്കളും ചേർന്ന് ശക്തമായ ഒരു സമരപരിപാടിയിലേക്ക് തന്നെ ഇറങ്ങും. സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഒരു സമരവുമായി തന്നെ ഞങ്ങൾക്ക് വരേണ്ടി വരും എന്നും നമ്മൾ ആ കത്തിൽ കാണിച്ചിട്ടുണ്ട്. എന്നാൽ അത്രത്തോളം ഒന്നും ആവശ്യം വരില്ല. ഗവൺമെന്റ് ഇടപെടാം എന്നാണ് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത്. 10 ആവശ്യങ്ങളടങ്ങിയ നിവേദനമാണ് മുഖ്യമന്ത്രിക്ക് ബെന്നി പുത്തമ്പറമ്പിൽ നൽകിയത്. ന്യൂസ് റാന്നി. റാന്നിപ്പേട്ടയിൽ മദ്യപന്മാരുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും ശല്യം രൂക്ഷമായി. പരസ്യമായി പൊതുസ്ഥലത്ത് മദ്യപിച്ചത് ചോദ്യം ചെയ്ത റാന്നി ഹിന്ദുധർമ്മ പരിഷത്ത് സെക്രട്ടറി ശ്രീനി ശാസ്താംകോവിലിനെ മദ്യപന്മാർ മർദ്ദിച്ചു. മർദ്ദനത്തിൽ സാരമായ പരിക്കുകൾ പറ്റിയ ശ്രീനി ശാസ്താംകോവിലിനെ റാന്നിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. റാന്നി അങ്ങാടിപ്പേട്ട ഉപാസനക്കടവ് സാമൂഹ്യ വിരുദ്ധരുടെയും മദ്യപാന്മാരുടെയും താവളമായി മാറുന്നതായി പരാതി ഉയരുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം സാമൂഹ്യ വിരുദ്ധരുടെ പരസ്യമായ മദ്യപാനത്തെ ചോദ്യം ചെയ്ത റാന്നി ഹിന്ദുധർമ്മ പരിഷത്തിന്റെ സെക്രട്ടറി ശ്രീനി ശാസ്താംകോവിലിനെ സാമൂഹ്യ വിരുദ്ധർ ആക്രമിച്ചത്. അക്രമത്തിൽ സാരമായ പരിക്കേറ്റ ശ്രീനി ശാസ്താംകോവിൽ റാന്നി മർത്തോമ മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ്. കൈക്കും തലയ്ക്കുമാണ് പരിക്കുകൾ പറ്റിയത്. പേട്ട ജംഗ്ഷൻ മുതൽ കടവ് വരെയുള്ള ഭാഗങ്ങളിൽ സന്ധ്യമയങ്ങിയാൽ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറുകയാണ്. ഇവിടെ ഇപ്പോൾ മദ്യപാനികളുടെ സ്ഥിരം സങ്കേതമാണ്. റാന്നിയിൽ പ്രവർത്തിച്ചിരുന്ന ഏക ബാർ കൂടി പൂട്ടിയതോടെ ലിബറേജിന്റെ ഔട്ട്ലെറ്റിൽ നിന്നും മദ്യം വാങ്ങി ആളൊഴിഞ്ഞ ഈ സ്ഥലത്തിരുന്നാണ് മദ്യപിക്കുന്നത്. ഓട്ടോറിക്ഷകളിലും സ്വകാര്യ വാഹനങ്ങളിലും കടവിനോട് ചേർത്ത് ഒതുക്കി അതിലിരുന്ന് മദ്യപിക്കുന്നവരുമുണ്ട്. ഈ കൂട്ടത്തിൽ നാട്ടുകാരും അന്യസംസ്ഥാന തൊഴിലാളികളുമുണ്ട്. ഉപാസനക്കടവിലേക്കുള്ള റോഡിന്റെ ഇടവഴികളിലാണ് മദ്യപാന്മാരുടെ താവളം. സ്ത്രീകൾക്കും കുട്ടികൾക്കും സന്ധ്യമയങ്ങിയാൽ റോഡിലിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ശാസ്താംകോവിൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ആരാധനയ്ക്കെത്തുന്ന ഭക്തർക്കും ഇവർ ഭീഷണിയാവുകയാണ്. ഈസ്റ്റർ ദിവസമായ ഞായറാഴ്ച ഇവിടെ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടന്നു വരികയായിരുന്നു. ഷൂട്ടിംഗ് കാണാനെത്തിയ 2 പേർ ശ്രീനി ശാസ്താംകോവിലിന്റെ വീടിന് മുമ്പിലിരുന്ന് മദ്യപിച്ചത് ശ്രീനി ചോദ്യം ചെയ്തു. ഇതേ തുടർന്ന് ശ്രീനിയുമായി വാക്കേറ്റമുണ്ടാകുകയും ശ്രീനിയെ മർദ്ദിക്കുകയുമായിരുന്നു. ഇന്നലെ വൈകിട്ട് 6:30 കൂടിയിട്ട് ഉന്നക്കാവ് സൈഡിലുള്ള 2 പേര് നമ്മുടെ വീടിൻ്റെ പ്രദേശത്ത് വരികയും അവിടെ ഇന്നലെ ഒരു സിനിമ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. അത് കാണാൻ എന്ന പരിധിയിലാണ് അവിടെ വന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവന്മാർ വീട്ടിൽ വന്നിട്ട് 2 പേരുണ്ട്. വീട്ടിൽ വന്നിട്ട് ഒരാളുടെ പേര് സണ്ണി, അതിൻ്റെ കൂടെയുള്ള ഒരാളുണ്ട്, ഒരു കറുത്തിട്ട് വണ്ണമുള്ള ആൾ. ആൾ വന്ന് വീട്ടിൽ വന്ന് വെള്ളം മേടിച്ചു. അപ്പോൾ കുടിക്കാനാണെന്നാണെന്ന് വിചാരിച്ച് എൻ്റെ വൈഫ് വെള്ളം കൊടുത്തു. അപ്പോൾ ഈ വെള്ളം കൊണ്ട് ഇവന്മാർ ഒരു വീടിൻ്റെ സൈഡിലോട്ട്
മാറുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ എന്തിനാമാർ മാറുന്നതെന്ന് അറിയാൻ വേണ്ടി ശ്രദ്ധിച്ചപ്പം നുരൂപ്പി ഫുൾ ബോട്ടിലെടുത്തിട്ട് അവിടെ ഇരുന്ന് കുടിക്കാനുള്ള സംവിധാനത്തിൽ 2 പേര് ഒഴിച്ചു. ഞാൻ ചെന്നപ്പോഴത്തേനും ഓരോ ഗ്ലാസ് കുടിച്ചു. അപ്പോൾ കുടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ വീടിൻ്റെ ഇവിടെ നിന്ന് മദ്യപിക്കാൻ ഒക്കത്തില്ല. അത് തന്നെയല്ല, ഇവിടെ ഒരു ഷൂട്ടിങ്ങിൻ്റെ പ്രോഗ്രാം നടക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾ റോഡിൽ പോയി മദ്യപിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ ഇവിടുന്ന് ഞാൻ പറഞ്ഞപ്പോൾ തൊട്ട് ഇവന്മാർ എന്നെ കേൾക്കാൻ വയ്യാത്ത രീതിയിലുള്ള ചീത്ത വിളിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. വീടിൻ്റെ മുൻവശത്ത് വന്നു കഴിഞ്ഞപ്പം ഇവന്മാർ കണ്ടമാനം ചീത്ത വിളിച്ച് വെല്ലുവിളിക്കാൻ തുടങ്ങി. അങ്ങനെ വെല്ലുവിളിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മോൻ അവിടെ ഉണ്ടായത്. മോൻ പറഞ്ഞു, നിങ്ങൾ സ്റ്റെപ്പിൻ്റെ വെളിയിലിറങ്ങി റോഡിലോട്ട് ഇറങ്ങിയെന്ന് വെല്ലുവിളി, വീടിൻ്റെ മുറ്റത്തു നിന്ന് ഇറങ്ങി നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ മോനെ ഇവന്മാർ പിടിച്ച് തെള്ളുന്ന കണ്ടുകൊണ്ടാണ് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവന്മാരെന്നെ അടിക്കാനായിട്ട് വന്നു. എന്നെ ആദ്യം കറുത്ത ഒരാളാണ്, ഒരു പുള്ളി സണ്ണിയല്ല, കൂട്ടത്തിലുണ്ടാകുന്ന കൂട്ടുകാരൻ എന്നെ അടിച്ചു. എനിക്കൊന്ന് കുപ്പി കൊണ്ടാണ് അടിച്ചത്. കുപ്പി കൊണ്ട് ഞാൻ തടഞ്ഞപ്പോഴാണ് എൻ്റെ കൈയുടെ ഇവിടെ കൂടെ വന്ന് കീറി. ഇവിടെ ഒരു 5 കുത്തിക്കെട്ടുണ്ട്, കീറി. മർദ്ദനത്തിൽ സാരമായ പരിക്കുകൾ പറ്റിയ സീനിയെ സമീപവാസികളാണ് റാന്നി മർത്തോവ മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ എത്തിച്ചത്. തുടർന്ന് റാന്നി പോലീസിൽ വിവരം അറിയിക്കുകയും റാന്നി SI ലാൽസി ബേബിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി റാന്നി ചെമ്പൻമുഖത്തു നിന്നും പിന്നീട് പ്രതികളെ കസ്റ്റഡിയിലെടുത്തു. റാന്നി ഇട്ടിയപ്പാറയിലും സ്ഥിതി മറിച്ചല്ല. ഇവിടെ സന്ധ്യ മയങ്ങിയാൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, KSRTC ബസ് സ്റ്റാൻഡ്, റാന്നി YMCA പരിസരം തുടങ്ങിയിടങ്ങളിലെല്ലാം മദ്യപാന്മാരുടെ ബഹളമാണ്. വാഹനങ്ങളിലിരുന്നും അല്ലാതെയും മദ്യപിക്കുന്നവരുടെ എണ്ണം ഇവിടെ കൂടി വരികയാണ്. മുൻപ് ബാർ പ്രവർത്തിച്ചിരുന്നപ്പോൾ ഇത്രയും ശല്യമുണ്ടായിരുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ബാറുകൾ നിർത്തലാക്കിയതോടെയാണ് ചില്ലറ മദ്യവിൽപ്പനശാലയിൽ നിന്നും മദ്യം വാങ്ങി സന്ധ്യ മയങ്ങിയാൽ ഇരുൾ വീണ ഇടവഴികളിൽ ബാറുകളാക്കി മദ്യപാന്മാർ വിലസുന്നത്. നൈറ്റ് പെട്രോളിംഗ് ശക്തമാക്കുമെന്ന് 2 ദിവസം മുമ്പ് റാന്നി CI അറിയിച്ചിരുന്നു. എന്നാൽ അത്തരം സംവിധാനം ശക്തമാക്കാത്തതാണ് സാമൂഹ്യവിരുദ്ധർക്കും മദ്യപാന്മാർക്കും സൌകര്യങ്ങൾ ഒരുങ്ങുന്നത്. അടിക്കടി മോഷണങ്ങളും പിടിച്ചുപറിയും കൊലപാതകങ്ങളുമൊക്കെ കൂടിയാകുമ്പോൾ ആ പഴയ റാന്നിയുടെ സ്വച്ഛന്ത അന്തരീക്ഷം തകർത്ത് എറിയപ്പെടുകയാണ്. ഈ വസ്തുത ബന്ധപ്പെട്ടവർ ഗൌരവമായി എടുക്കേണ്ടിയിരിക്കുന്നു. സിറ്റി ന്യൂസ്, റാന്നി. റാന്നി ഹിന്ദുധർമ്മ പരിഷത്ത് സെക്രട്ടറി ശ്രീനി ശാസ്താംകോവിലിനെ അകാരണമായി വീട്ടിൽ കയറി മർദ്ദിക്കുകയും അസഭ്യം പറയുകയും ചെയ്ത സാമൂഹ്യവിരുദ്ധരുടെ നടപടിയിൽ ഹിന്ദുധർമ്മ പരിഷത്ത് ഭാരവാഹികൾ പ്രതിഷേധിച്ചു. റാന്നി ഉപാസനക്കടവ് റോഡ് മദ്യപാനികളുടെ സ്ഥിരം താവളമായി മാറിയിരിക്കുകയാണെന്നും കുറ്റക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും പരിഷത്ത് യോഗം ആവശ്യപ്പെട്ടു. പ്രസിഡന്റ് PN നീലകണ്ഠൻ നമ്പൂതിരി, TC കുട്ടപ്പൻ നായർ, PA ബാലകൃഷ്ണപിള്ള, KJ ഷാജി തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇടവേള. For excellence in education, Cornerstone International School, where stones become gems. Highly qualified teachers, World standard classrooms, thoroughly hygienic washroom facilities, special training for phonics-based reading, latest version of smart class system, indoor and outdoor child-friendly play materials, bus facilities supervised by assistants and teachers, regular interaction with parents, eco-friendly passages with ample space for the children to move around. For excellence in education, raise your child to international level by placing them in good hands at Cornerstone International. admission started for 2015-16. Cornerstone International School, Udimuda, Ranni. വാർത്തകൾ തുടരുന്നു. ധനമന്ത്രി KM മാണി രാജിവെക്കുക, സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് LDFന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സമരപരിപാടികളുടെ മുന്നോടിയായുള്ള പ്രചരണ ജാഥയ്ക്ക് റാന്നിയിൽ സ്വീകരണം നൽകി. മുൻ MP സ്കറിയ തോമസാണ് ജാഥ ക്യാപ്റ്റൻ. അഴിമതി ആരോപണ വിധേയനായ മന്ത്രി KM മാണി രാജിവെക്കുക, സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി LDFന്റെ നേതൃത്വത്തിൽ ഏപ്രിൽ 22-ന് പത്തനംതിട്ട കളക്ടറേറ്റ് ഉപരോധിക്കുന്നതിന്റെ മുന്നോടിയായി ഉപരോധത്തിന് ആധാരമായ വിഷയങ്ങൾ ജനങ്ങളോട് വിശദീകരിക്കുന്നതിനായി LDF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രചരണ ജാഥ ഇട്ടിയപ്പാറയിലെത്തി. ഇട്ടിയപ്പാറയിൽ നടന്ന വിശദീകരണ യോഗത്തിൽ CPM പഴവങ്ങാടി പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി KK സുരേന്ദ്രൻ അധ്യക്ഷനായിരുന്നു. രാജു എബ്രഹാം MLA, CPI സംസ്ഥാന കൌൺസിൽ അംഗം MB വിദ്യാധരൻ, CPI റാന്നി നിയോജക മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് ബേബിച്ചൻ വെച്ചുച്ചിറ, CPM ജില്ലാ കമ്മിറ്റി അംഗം കോമളം അനിരുദ്ധൻ, CPM റാന്നി ഏരിയ കമ്മിറ്റി സെക്രട്ടറി MS രാജേന്ദ്രൻ, ജനതാദൾ എസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് പാപ്പച്ചൻ കൊച്ചുമേപ്പുറത്ത്, സംസ്ഥാന സമിതി അംഗം ജേക്കോ കോശി തുടങ്ങിയവർ പ്രസംഗിച്ചു. രാജ്യം അഭിവൃദ്ധിയിലേക്ക് പോകുമ്പോൾ അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമ്പോൾ ഈ കമ്മ്യൂണിസ്റ്റുകാർ കൊടിയും പിടിച്ചിറങ്ങും. അതുകൊണ്ട് ഈ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നതൊന്നും വിശ്വസിക്കാൻ പാടില്ല. ഇന്ത്യയുടെ സമ്പത്ത് വളരണം, സാമ്പത്തിക രംഗം വളർച്ച പ്രാപിക്കണം, ഇന്ത്യയിൽ വികസനമുണ്ടാവണം, ഇന്ത്യയിൽ തൊഴിലില്ലായ്മ പരിഹരിക്കണം, വ്യാവസായിക അഭിവൃദ്ധി ഉണ്ടാവണം. അതുകൊണ്ട് നയം നടപ്പാക്കിയ മതിയാവുമെന്നാണ്
അന്ന് കോൺഗ്രസിന്റെ നേതാക്കന്മാരെല്ലാം പറഞ്ഞത് 91 നിന്ന് 2015 ആകുമ്പോൾ എന്താ സ്ഥിതി? ഞങ്ങൾ 6, 7, 9 തീയതികളിലാണ് ഈ ജാഥ ജില്ലയിൽ പര്യടനം നടത്തുന്നത്. പ്രചരണ ജാഥയുടെ ക്യാപ്റ്റനും XMPയുമായ സ്കറിയ തോമസ്, CPM സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് കെ അനന്തഗോപൻ, ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു, മാത്യു ടി തോമസ് MLA, ചിറ്റയം ഗോപകുമാർ MLA, മാത്യൂസ് ജോർജ്, PP ജോർജ് കുട്ടി, ജെറി ഈശോമൻ തുടങ്ങിയവരും പ്രചരണ ജാഥയിൽ പങ്കെടുത്തു. കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി, സാധാരണക്കാർക്ക് വേണ്ടി, കൃഷിക്കാർക്ക് വേണ്ടി, യുവജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന വാഗ്ദാനം കൊടുത്തിരുന്നു. പക്ഷേ ആ പ്രകടന പത്രികയിൽ പറഞ്ഞതിന്റെ ഒരു 10% പോലും ഇന്ന് വരെയും നടപ്പിലാക്കുവാൻ അവർ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അവർ പറയാത്ത കാര്യങ്ങൾ അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അഴിമതിയാണ് അതിലേറ്റവും വലിയൊരു കാര്യം. അതിവേഗം ബഹുദൂരം എന്ന് പറഞ്ഞു തുടങ്ങിയ ഭരണം ഇന്ന് അതിവേഗം ബഹുദൂരം ചെയ്യുന്നത് അഴിമതി നടത്തി നിയമസഭയിൽ അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിൽ കൂടി പോലും കേരളത്തിലെ ജനങ്ങളുടെ പോക്കറ്റടിക്കുന്ന അഴിമതി നടത്തി കൊള്ള നടത്താൻ കഴിയുമെന്ന് തെളിയിച്ച ഏക ഗവൺമെന്റ് സംസ്ഥാനവും കേരളമാണ് എന്ന് തെളിയിച്ചിരുന്നു. മറ്റുള്ള സംസ്ഥാനങ്ങളിലെ ബഡ്ജറ്റിനെ കുറിച്ചൊന്നും ഉണ്ടാകാത്ത ആരോപണം, അഴിമതി, അത് അവതരിപ്പിച്ച മന്ത്രി ശ്രീമാൻ KM മാണിക്കെതിരെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് മുൻപ് അദ്ദേഹത്തിനെതിരെ കേസെടുക്കേണ്ടി വന്നു. സിറ്റി ന്യൂസ് റാന്നി. പൈപ്പിടാൻ വെട്ടിപ്പൊളിച്ച ഭാഗങ്ങൾ നന്നാക്കാൻ സമയമെടുക്കും. പൈപ്പുകൾ പൂർണ്ണമായും സ്ഥാപിച്ച് പൈപ്പിലൂടെ വെള്ളം ഒഴുക്കിവിട്ട് ട്രയൽ റണ്ണും നടത്തിയ ശേഷമേ പൊട്ടിപ്പൊളിച്ച ഭാഗങ്ങൾ നന്നാക്കുകയുള്ളൂ എന്ന് പൊതുമരാമത്ത് റോഡ് വിഭാഗം അറിയിച്ചു. 1 മാസത്തെ അനുമതിയാണ് പൈപ്പിടാനായി കളക്ടർ നൽകിയിരിക്കുന്നത്. പൈപ്പിടാൻ വെട്ടിപ്പൊളിച്ച റോഡ് നന്നാക്കാൻ കാലതാമസമെടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പൈപ്പുകൾ പൂർണ്ണമായും സ്ഥാപിച്ച ശേഷം വെള്ളം ഒഴുക്കിവിട്ട് ട്രയൽ റണ്ണും നടത്തിയ ശേഷം മാത്രമേ പൊട്ടിപ്പൊളിഞ്ഞ ഭാഗം നന്നാക്കാൻ കഴിയുള്ളൂ എന്ന് പൊതുമരാമത്ത് റോഡ് വിഭാഗം അറിയിച്ചു. പൈപ്പിട്ട് ട്രയൽ റൺ നടത്തുവാൻ 1 മാസത്തേക്കാണ് ജില്ലാ കളക്ടർ അനുമതി നൽകിയത്. പൈപ്പിടുന്നതിന്റെ ഭാഗമായി വെട്ടിപ്പൊളിച്ച റോഡിന്റെ പുനരുദ്ധാരണത്തിന് ആവശ്യമായ തുക ജല അതോറിറ്റി പൊതുമരാമത്ത് റോഡ് വിഭാഗത്തിൽ ഒടുക്കിയിട്ടുണ്ട്. എന്നാൽ ജല അതോറിറ്റിക്ക് നൽകിയ 1 മാസത്തെ കാലാവധി കഴിയാതെ റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുവാൻ കഴിയുകയില്ലെന്ന നിലപാടിലാണ് പൊതുമരാമത്ത് റോഡ് വിഭാഗം. ട്രയൽ റൺ നടത്തുന്നതിന് മുമ്പ് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയാൽ ട്രയൽ റൺ സമയത്ത് പൈപ്പുകൾ പൊട്ടുകയോ ലീക്ക് ഉണ്ടാകുകയോ ചെയ്താൽ ഇതുപോലെ വീണ്ടും കൊത്തിപ്പൊളിക്കേണ്ടി വരുമെന്നതിനാലാണ് 1 മാസത്തെ കാലാവധി വരെ കാക്കുവാൻ PWD തീരുമാനിച്ചത്. ഇപ്പോൾ തന്നെ യാത്രക്കാർ ദുരിതം അനുഭവിക്കുകയാണ്. മഴ പെയ്തതോടെ ഇട്ടിയപ്പാറ വഴിയുള്ള കാൽനട യാത്ര പോലും ദുരിതപൂർണ്ണമാവുകയാണ്. പൈപ്പിടാനെടുത്ത കുഴികൾ ഇപ്പോൾ വലിയ കിടങ്ങ് പോലെ രൂപാന്തരപ്പെട്ടിരിക്കുകയാണ്. ഈ കുഴികളിൽപ്പെട്ട വാഹനങ്ങൾ അപകടത്തിലാവുന്നത് ഇപ്പോൾ സ്ഥിരം കാഴ്ചയാണ്. കഴിഞ്ഞ ദിവസം ഈ കുഴിയിൽ സ്വകാര്യ ബസ് താണിരുന്നു. മണ്ണുമാന്തി ഉപയോഗിച്ച് ഏറെ നേരം പാടുപെട്ടാണ് ബസ് കുഴിയിൽ നിന്നും നീക്കിയത്. ഇതുമൂലം മണിക്കൂറുകൾ നീണ്ട ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെട്ടത്. തിങ്കളാഴ്ചത്തെ സ്ഥിതിയും വിഭിന്നമായിരുന്നില്ല. ഇട്ടിയപ്പാറ സെൻട്രൽ ജംഗ്ഷനിൽ റോഡ് മുറിച്ചു കടക്കുക എന്നത് ഇപ്പോൾ അപകടം പിടിച്ചതായി മാറിയിട്ടുണ്ട്. യാത്രക്കാർക്ക് ദുരിതം വരുത്തിവയ്ക്കുന്നതിനൊപ്പം വ്യാപാരികളും ദുരിതത്തിലാണ്. ഇനിയും 1 മാസം കൂടി കുറഞ്ഞപക്ഷം ഈ ദുരിതം സഹിക്കേണ്ടി വരുമെന്നാണ് സ്ഥിതിഗതികൾ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. സിറ്റി ന്യൂസ് റാന്നി. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിന്റെ 2014-2015 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലയിലെ സർക്കാർ സ്കൂളുകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട പട്ടികജാതി വിഭാഗം വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന 15 ദിന നീന്തൽ പരിശീലന പദ്ധതി റാന്നി നെല്ലിക്കമൺ BC സ്വിമ്മിംഗ് അക്കാദമിയിൽ 7-ാം തീയതി രാവിലെ 11 മണിക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് R. ഹരിദാസ് ഇടത്തിട്ട ഉദ്ഘാടനം ചെയ്യും. ഇടവേള. Trine Suites, the lake-facing 48 super deluxe fully furnished apartments with world-class amenities. Located at most serene location in Arur at Kochi, facing Vembanad Lake. Call 9349-892210, 9349-383837. വാർത്തകൾ തുടരുന്നു. അനുദിനം പെരുകി വരുന്ന വഴിയോര കച്ചവടങ്ങൾ ഇട്ടിയപ്പാറ ചന്തയിലെ വ്യാപാരികൾക്ക് ഭീഷണിയാകുന്നു. പഴവങ്ങാടി ഗ്രാമപഞ്ചായത്തിൽ നിന്നും കച്ചവട സ്റ്റാളുകൾ വാടകയ്ക്കെടുത്തവർക്ക് വാടക തുക പോലും അടയ്ക്കുവാൻ നിർവാഹമില്ലാതായിരിക്കുകയാണ്. അധികൃതരുടെ ശ്രദ്ധയിൽ ഇക്കാര്യം പലതവണ കൊണ്ടുവന്നിട്ടും ഫലം കാണുന്നില്ലെന്ന് വ്യാപാരികൾ പറയുന്നു.
വഴിയോര കച്ചവടങ്ങൾ വ്യാപകമായതോടെ റാന്നി ഇട്ടിയപ്പാറ ചന്തയിലെ വ്യാപാരികൾ ായി 25,000 രൂപയിൽ കൂടുതൽ പഞ്ചായത്തിൽ വാടക നൽകി ഇട്ടിയപ്പാറ ചന്തയിൽ കച്ചവടം തുടങ്ങിയ ഇവരിപ്പോൾ വഴിയോര കച്ചവടങ്ങൾ പെരുകിയതോടെ വ്യാപാരം നിലച്ച അവസ്ഥയിലാണ്. വഴിയോര കച്ചവടങ്ങൾ റാന്നിയിലെ നിരത്തുകളിൽ സജീവമായതോടെ ചന്തയിലെ കച്ചവടക്കാരുടെ വരുമാനവും ക്രമാതീതമായി കുറഞ്ഞതായി ഇട്ടിയപ്പാറ ചന്തയിലെ വ്യാപാരിയായ രാജമ്മ പറയുന്നു. ഞങ്ങള് ലക്ഷക്കണക്കിന് രൂപ മുടക്കി വെച്ച് ഈ പാവങ്ങളെല്ലാം ഇവിടെ ഇരിക്കുന്നത്. ചന്ത 3-4 കച്ചവടക്കാർ ഇട ദിവസമുണ്ട്. ചന്ത ദിവസം ഒരു മനുഷ്യൻ കയറി വരുന്നില്ല. ഈ റോഡ് നെടുക കച്ചവടം. ഈ പഞ്ചായത്തിന്റെ നേരെ ഫ്രണ്ടിൽ ഞങ്ങൾ അന്യായം പിടിച്ച ഞങ്ങൾ 25,000 50,000 കൊടുത്താച്ച് ഞങ്ങൾ ഈ ചന്തയ്ക്കകത്ത് ഓരോ സ്റ്റാളും പിടിച്ചിരിക്കുന്നത്. ആ സ്റ്റാളിൽ കച്ചവടമില്ല. വ്യാപാരം എല്ലാം വെളിയിലെന്ന് വെച്ചാൽ ഈ പഞ്ചായത്തിന് നേരെ എതിർവശത്തും നേരെ അങ്ങേ സൈഡിലും ഈ ഒന്നാന്തരം ഒരു കെട്ടിടം പണിതിട്ട് കോഴിക്കട ഇറച്ചിക്കട എന്ന് പറഞ്ഞ് ഇത്ര നാളായിട്ട് അത് ഉദ്ഘാടനം ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇട്ടിയപ്പാറ ചന്തയുടെ ശോചനീയാവസ്ഥയും കച്ചവടത്തെ സാരമായി ബാധിച്ചതായി ഇവർ പറയുന്നു. റാന്നിയിലെ പൊതുനിരത്തുകളിലെ അനധികൃത കച്ചവട കേന്ദ്രങ്ങൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഇട്ടിയപ്പാറ ചന്തയിലെ കച്ചവടക്കാർ അധികൃതർക്ക് പലതവണ നിവേദനങ്ങൾ നൽകിയിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് വ്യാപാരിയായ സൈനുദ്ദീൻ പറയുന്നു. ഈ പഞ്ചായത്തുകാര് ഇതിന് ഞങ്ങളോട് ഇവിടുത്തെ കച്ചവടക്കാരോട് വെറും ഒരു ശോചനീയാവസ്ഥയിലാണ് അവർ ഞങ്ങളോട് ഇടപെടുന്നത്. ഞങ്ങൾ 66 പേര് ഈ മാർക്കറ്റിലെ 66 പേര് കൂടി ഒപ്പിട്ട് ഈ പഞ്ചായത്തിൽ ഒരു അപേക്ഷ കൊണ്ട് കൊടുത്തു. ഇന്ന് ഈ നിമിഷം വരെ അതിനൊരു തീരുമാനം അവർ തന്നിട്ടില്ല. വ്യാപാരി വ്യവസായിയുടെ ആൾക്കാർ കൂടി ഒരു മെമ്മോറാണ്ടം ഈ പഞ്ചായത്തിൽ കൊടുത്തു. അതിനും അവരൊരു മറുപടി തന്നിട്ടില്ല. പിന്നെ ഹൈക്കോടതി ഓർഡറുണ്ട് ഈ വഴിയോര കച്ചവടം നിർത്തലാക്കണമെന്ന്, മീൻ കച്ചവടം നിർത്തലാക്കണമെന്ന്. ഇതും അവരിതുവരെയും കൈക്കൊണ്ടിട്ടില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ ഞങ്ങൾ മീൻ കച്ചവടക്കാരെന്ന് പറയുന്നത് ഇവിടുത്തെ ഈ ചന്തയ്ക്കകത്തേക്കുന്ന കച്ചവടക്കാർ പൊതുവെ വെറും ഒന്നിനും ഒരു കഴിവില്ലാത്തവരായിട്ടാണ് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാർ, ഇവിടുത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറും എല്ലാ പഞ്ചായത്തിലെ സഹകരണ ജീവനക്കാരും ഞങ്ങളെ കണക്ക് കൂട്ടിയിരിക്കുന്നു. പച്ചക്കറി കച്ചവടം മാത്രമല്ല മത്സ്യ കച്ചവടവും നഗരത്തിൽ സജീവമായതോടെ ചന്തയിലെ മത്സ്യവ്യാപാരികളും ഏറെ ബുദ്ധിമുട്ട് നേരിടുകയാണ്. വഴിയോരങ്ങളിൽ യാതൊരു നിയന്ത്രണവുമില്ലാതെ വാഹനങ്ങളിൽ കച്ചവടം നടത്തുന്ന അനധികൃത കച്ചവടക്കാർ നഗരത്തിൽ സൃഷ്ടിക്കുന്ന ഗതാഗതക്കുരുക്കും രൂക്ഷമാണ്. നഗരത്തിലെ അനധികൃത കച്ചവടങ്ങളുടെ വർധനവ് കച്ചവടക്കാരെ സാരമായി ബാധിച്ചതായി വ്യാപാരിയായ റോസമ്മ പറയുന്നു. ഒരു ചന്തയിൽ ആൾക്കാർ കയറി വരാനായിട്ട് വഴിയില്ല. പരിസരത്ത് മൊത്തം കച്ചവടക്കാരും റോഡിൽ മൊത്തം പെരുകിയിട്ട് നമുക്ക് ചന്തയ്ക്കകത്ത് സ്റ്റോൾ കൊടുത്ത് 350-400 രൂപ സ്റ്റോൾ കൊടുത്തിട്ട് ചന്തയ്ക്കകത്ത് യാതൊരു കച്ചവടവും ഇല്ല. പിന്നെ 3-4 പെട്ടി എടുത്ത് വെച്ച് നമ്മൾ കച്ചവടം ചെയ്യാനിരുന്നാൽ ഒരു 2 മണിയാകുന്നതിന് മുമ്പേ ചന്തയ്ക്കകത്ത് ആൾ പോകും. പൊഴിഞ്ഞു വീണ് ആൾക്കാർ വന്നിട്ട് ഒരു കച്ചവടവും ഇല്ല, ഒന്നുമില്ല. വഴിയോരം മൊത്തം കച്ചവടം. ഞങ്ങൾക്ക് ആദ്യം അത്യാവശ്യമായിട്ട് ഇവിടെ വേസ്റ്റ് മാറ്റാനും വഴി തരാനും പിന്നെ റോഡിലെ കച്ചവടം മാറ്റി തരാനുമുള്ള സംവിധാനം ചെയ്തു തരണം. രാവിലെ മുതൽ റാന്നിയുടെ വഴിയോരങ്ങൾ കച്ചവട കേന്ദ്രമാക്കുന്ന അനധികൃത കച്ചവടക്കാർ രാത്രി വൈകിയും കച്ചവടം തുടരുകയാണ്. പോലീസ് സ്ഥാപിച്ച നോ പാർക്കിംഗ് ബോർഡുകൾക്ക് സമീപത്തും വാഹനങ്ങളിലുള്ള അനധികൃത കച്ചവടങ്ങൾ നിർബാധം തുടരുന്നു. വഴിയോരങ്ങളിൽ പച്ചക്കറികളും മത്സ്യങ്ങളും സുലഭമായതോടെ ജനങ്ങൾ ഇട്ടിയപ്പാറ ചന്തയിലേക്ക് വരാത്ത അവസ്ഥയാണിപ്പോൾ. റാന്നിയിലെ നിരത്തുകളിലെ അനധികൃത കച്ചവടങ്ങളെക്കുറിച്ച് സിറ്റി TV മുൻപും വാർത്തകൾ പുറത്തുവിട്ടിരുന്നു. റാന്നിയിലെ അനധികൃത കച്ചവടങ്ങൾ ഇല്ലാതാക്കുവാൻ അധികൃതർ എത്രയും വേഗം നടപടി സ്വീകരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. സിറ്റി ന്യൂസ്, റാന്നി. ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ തസ്തികയുടെ റാങ്ക് പട്ടിക റദ്ദാക്കിയതായി PSC ഓഫീസർ അറിയിച്ചു. ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ സ്പെഷ്യൽ കൺവെൻഷൻ 9-ാം തീയതി 3 മണിക്ക് DCC ഓഫീസിൽ നടക്കും. നിര്യാതരായി റാന്നി ഈട്ടിച്ചുവട് ഓലിക്കൽ എബ്രഹാം B. മാത്യുവിന്റെ കുഞ്ഞുഞ്ഞച്ചന്റെ ഭാര്യ ശോശാമ്മ എബ്രഹാം റോസമ്മ നിര്യാതിയായി. 60 വയസ്സായിരുന്നു. സംസ്കാരം 9-ാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് ഭവനത്തിലെ ശുശ്രൂഷകൾക്ക് ശേഷം 3 മണിക്ക് റാന്നി നസ്രത്ത് മർത്തോമ പള്ളിയിൽ നടക്കും. പരേത റാന്നി താഴോമ്പടിക്കൽ കുടുംബാംഗമാണ്. റവറന്റ് റോജി M. എബ്രഹാം, ഡോക്ടർ ലീജ റിജോ എന്നിവർ മക്കളും ആൻസി, ലിജോ എന്നിവർ മരുമക്കളുമാണ്. റാന്നി തോട്ടമൺ അറയ്ക്കൽ പെരുമേത്ത് പരേതനായ മാത്തുക്കുട്ടിയുടെ ഭാര്യ മറിയാമ്മ മാത്യു നിര്യാതയായി. 90 വയസ്സായിരുന്നു. സംസ്കാരം 9-ാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്കുള്ള ശുശ്രൂഷകൾക്ക് ശേഷം 3 മണിക്ക് ഐത്തല സെന്റ് കുര്യാക്കോസ് സ്നാനായ പള്ളിയിൽ നടക്കും. പരേത റാന്നി തോട്ടുപുറത്തെ കുടുംബാംഗമാണ്. കുഞ്ഞുഞ്ഞമ്മ, പൊന്നമ്മ, ലീലമ്മ, ലില്ലിക്കുട്ടി, ഗ്രേസിക്കുട്ടി, ബാബു, ജോസ് എന്നിവർ മക്കളും പരേതനായ കുഞ്ഞുമോൻ, പരേതനായ ബേബി, കുഞ്ഞുമോൻ, സോമൻ, തോമസ് കുട്ടി, സാലമ്മ, ബിന്ദു എന്നിവർ മരുമക്കളുമാണ്. റാന്നി നെല്ലിക്കമൺ കാവുനടയിൽ ഇസഹാക്ക് ചെറിയൻ നിര്യാതനായി. 101 വയസ്സായിരുന്നു. സംസ്കാരം 7-ാം തീയതി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് കളമ്പാല UPC സെമിത്തേരിയിൽ നടക്കും. പുല്ലാട് കുന്നം വടക്കേ ചെരുവിൽ കുടുംബാംഗം പരേതയായ സാറാമ്മയാണ് ഭാര്യ.
പാസ്റ്റർ കെ തോമസ്, പാസ്റ്റർ ജോണിക്കുട്ടി, തങ്കമ്മ പീറ്റർ, കെ ജോസ്, കെ ബേബി, സാലി എന്നിവർ മക്കളും, തോമണി തോമസ്, രാജ, ശോശാമ്മ ജോണിക്കുട്ടി, പരേതനായ എം പീറ്റർ, റിബേക്ക ജോസ്, മേഴ്സി ബേബി, ബോണി എന്നിവർ മരുമക്കളുമാണ്. റാന്നി നീരാട്ടുകാവ് തേക്കിടയിൽ കുട്ടമ്പേരൂർ ചാക്കോ വർഗീസ് ചെറുക്കോച്ചൻ നിര്യാതനായി. 91 വയസ്സായിരുന്നു. ഭൗതിക ശരീരം 7-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് മാടത്തുംപടിക്കൽ ജോസിന്റെ ഭവനത്തിൽ കൊണ്ടുവരുന്നതും ഉച്ചയ്ക്ക് 2 മണിക്ക് ചെത്തോങ്കര ഇമാനുവൽ മാർത്തോമ പള്ളിയിൽ സംസ്കരിക്കുന്നതുമാണ്. വടശ്ശേരിക്കര പുത്തൻപുരയ്ക്കൽ പറങ്ങാമുട്ടിൽ മറിയാമ്മയാണ് ഭാര്യ. പരേതയായ കുഞ്ഞുമോൾ, അമ്മിണി, മോൻസി, ബാബു, പ്രകാശ്, ഗ്രേസി എന്നിവർ മക്കളും, തങ്കച്ചൻ, ആന്റണി, ജോളി, ഓമന, മിനി, സോമി എന്നിവർ മരുമക്കളുമാണ്. റാന്നി നെല്ലിക്കമൺ ചെറുത്തോൺ എബ്രഹാം മാത്യുവിന്റെ ഭാര്യ അന്നമ്മ മാത്യു നിര്യാതയായി. 77 വയസ്സായിരുന്നു. സംസ്കാരം 7-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് ഭവനത്തിലെ ശുശ്രൂഷകൾക്ക് ശേഷം 11:30 കണ്ടമ്പേരൂർ സെന്റ് പോൾസ് മാർത്തോമ പള്ളിയിൽ അഭിവന്ധ്യ ഡോക്ടർ മാത്യൂസ് മാർ മക്കാറിയോസ് എപ്പിസ്കോപ്പയുടെ മുഖ്യ കാർമ്മിത്വത്തിൽ നടക്കും. പരേത തുരുത്തിക്കാട് കൊച്ചുപറമ്പിൽ കുടുംബാംഗമാണ്. സൂസി USA, വത്സമ്മ, ലാലി, മോളമ്മ, റവറന്റ് എബ്രഹാം മാത്യു, കൊച്ചുമോൾ, പൊന്നച്ചൻ, ഷീല എന്നിവർ മക്കളും, ബാബു, പരേതനായ മാത്യു, ജെയിംസ്, സജി, ബ്ലസി, ബാവച്ചൻ, റീബ, അരുൺ എന്നിവർ മരുമക്കളുമാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. PC ജോർജിനെ ചീഫ് വിപ്പ് സ്ഥാനത്തു നിന്നും മാറ്റുന്ന കാര്യത്തിൽ 7-ാം തീയതി തീരുമാനമുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. മുഖ്യമന്ത്രി ജോർജുമായും KM മാണിയുമായും കൂടിക്കാഴ്ച നടത്തി. KM മാണിയെ ചൊല്ലി കോൺഗ്രസ് നേതൃയോഗത്തിൽ ചേരിതിരിഞ്ഞ് വിമർശനം. അഴിമതിയുടെ പിതൃത്വം കോൺഗ്രസ് ഏറ്റെടുക്കേണ്ട കാര്യമില്ലെന്ന് VD സതീശൻ. സംസ്ഥാനത്ത് റിസോഴ്സ് അധ്യാപകരുടെ എണ്ണം വെട്ടിക്കുറയ്ക്കുന്നതിന് SSA സ്റ്റേറ്റ് പ്രൊജക്ട് തീരുമാനം. റാന്നി BRCയിലെ 7 അധ്യാപകർക്ക് ജോലി നഷ്ടമായി. LDFന്റെ പ്രചരണ ജാഥയ്ക്ക് റാന്നി ഈട്ടിയപ്പാറയിൽ സ്വീകരണം നൽകി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.